അൽഹംദുലില്ലാഹ് ഇതുവരെയും റഹ്മാനായ റബ്ബ് നമുക്ക് കാലാവസ്ഥയെ അനുകൂലമാക്കി തന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാമിന്റെ അവസാനം വരെ ഏറെ ഭംഗിയോടുകൂടി തന്നെ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ധാരാളം ദിവസങ്ങളായി ഈ പ്രോഗ്രാമിന് വേണ്ടി ഓടി നടക്കുന്ന സുമനസ്സുകളായ ആത്മാർത്ഥരായ പ്രവർത്തകരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ജന്നാത്തുൻ നഈമിൽ ഒരിടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രോഗ്രാമിന് വേണ്ടി ശാന്തഗംഭീരമായ ഈ വീടിന്റെ മുറ്റം നമുക്ക് അനുവദിച്ചു തന്ന കുടുംബാംഗങ്ങൾ, അല്ലാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ പ്രോഗ്രാമിൽ നമ്മോട് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ബഹുമാനനായ മുജാഹിദ് ബാലുശ്ശേരിയാണ്. ഇന്നലെ മഗ്‌രിബിയോട് കൂടി തന്നെ അദ്ദേഹം നമ്മുടെ ഈ നാട്ടിലേക്ക് എത്തിച്ചേരുകയും അല്ലാഹുവിന്റെ ദീനിനോടുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രം നേരത്തെ ബഹുമാനനായ നജ്മി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ അനാരോഗ്യങ്ങളൊന്നും വകവെക്കാതെ അദ്ദേഹം നമ്മോട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ഇനിയും ധാരാളം കാലം ഈ ദഅവ രംഗത്ത് ഊർജ്ജസ്വലമായി നിലനിൽക്കാനുള്ള ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വളരെ ചുരുങ്ങിയ സമയം എന്നിൽ ഏൽപ്പിച്ചൊരു ദൗത്യം എന്നുള്ള നിലക്ക് പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട നമ്മുടെ സമൂഹത്തിനെല്ലാം ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ മാത്രം ലളിതമായി പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ദീൻ. ആ ദീനിനെ യഥാവിധി നിലനിർത്തുവാൻ ഞാൻ അനുധാവനം ചെയ്യുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രമാണങ്ങൾക്ക് അധിഷ്ഠിതമാണോ എന്ന് പരിശോധിക്കാൻ തിരക്ക് പിടിച്ച ഈ ജീവിത യാത്രക്കിടയിൽ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ വലിയ പ്രതിസന്ധിയായിരിക്കും നാളെ വരാനിരിക്കുന്ന അനന്തമായ ലോകത്ത് നമ്മെ കാത്തിരിക്കുന്നത്. ജീവിതത്തിൽ പല നഷ്ടങ്ങളിലൂടെയും കടന്നുപോയവരുണ്ടാകാം ഈ കൂട്ടത്തിൽ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിൽ ഖുസ്റാനുൽ മുബീൻ, വ്യക്തമായ നഷ്ടമെന്ന് പഠിപ്പിക്കപ്പെട്ട ഏക കാര്യം ദീനിനെ യഥാവിധി അനുഷ്ഠിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകളാണ്. അൽഹംദുലില്ലാഹ്, ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിലെ അംഗമായി അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തു. അതിന്റെ ശാഖകളിൽ കൂടുകൂട്ടാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി. ആ ദീനിനെ യഥാവിധി തന്നെയാണോ ഞാൻ കൊണ്ടു നടക്കുന്നത് എന്ന് ആ ഒരു ജീവിതത്തിനിടയിൽ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇന്ന് നമുക്കറിയാം, ആത്മീയ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ധാരാളം ചൂഷണങ്ങളുണ്ട്. സമകാലിക ലോകത്ത് പുതിയ പുതിയ ചൂഷണ മേഖലകൾ നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിൽ ചില പണ്ഡിത വേഷധാരികൾ കടത്തിക്കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ആമുഖമായി ഇവിടെ സംസാരിക്കാൻ അവസരം തന്നു എന്നുള്ള നിലക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് സൂചിപ്പിക്കുകയാണ്. ഇതാരുടെയും ആദർശത്തെ കരിവാരി തേക്കുവാനോ പരിഹസിക്കുവാനോ കൊച്ചാക്കുവാനോ ഉള്ളൊരു പരിപാടിയല്ല. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർക്ക് അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. ഇവിടെ പറയുന്ന ആദർശങ്ങൾ ആരെയും വേദനിപ്പിക്കാതെ നസീഹത്തോടു കൂടി മാത്രമാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫമൻ കാന ഫല്യുമിൻ വമൻ കാന ഫല്യക്ഫുർ. ഇഷ്ടമുള്ളവർക്ക് നന്ദിയുള്ളവരായി ജീവിക്കാം, സ്വീകരിക്കാം. അല്ലാത്തവർക്ക് അതിനെ തട്ടിക്കളയാം. പൂർണ്ണമായ സ്വാതന്ത്ര്യം അവർക്കുണ്ട്.
പക്ഷെ നമ്മൾ ഈ ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച യാത്രക്കിടയിൽ ഒന്ന് പരിശോധിക്കണം, ഞാൻ ഈ സ്വീകരിച്ചിട്ടുള്ള നിലപാട് സത്യമാണോ എന്നുള്ളത് പഠിക്കാൻ നമ്മൾ തയ്യാറാക്കണം. സംഘടന വേലിക്കെട്ടുകൾക്കപ്പുറത്ത്, തന്റെ കൂട്ടായ്മകളുടെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് പ്രമാണങ്ങൾ എന്താണ് എന്റെ ജീവിതത്തിൽ പറയുന്നത് എന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ന് ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ കടന്നുകൂടിയിട്ടുള്ള രംഗം എന്ന് പറയുന്നത് ആത്മീയ രംഗത്തുള്ള ചൂഷണങ്ങളാണ്. ഇസ്ലാമിന്റെ എല്ലാ രംഗങ്ങളും ഇന്ന് വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥ ഇന്ന് ഈ ഉമ്മത്തിന്റെ മുന്നിൽ ഒരു വിഭാഗം ആളുകൾ കൊണ്ടു നടക്കുന്നുണ്ട്. ആ കൊണ്ടു നടക്കുന്ന ആളുകൾക്കെതിരെ പ്രമാണബദ്ധമായി പ്രതികരിക്കുന്ന ഒരു വിഭാഗം ഈ ഉമ്മത്തിലുണ്ട്. ചില ആളുകളെങ്കിലും നമ്മോടൊക്കെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മറ്റുള്ള മതങ്ങളിലൊന്നും കാണാത്ത രൂപത്തിലുള്ള തർക്കവിതർക്കങ്ങളും സിംബോസിയങ്ങളും സംവാദങ്ങളും മുഖാമുഖങ്ങളും ചർച്ചകളും റോഡ് സൈഡുകളിൽ നാലാളുകൾ കൂടുന്ന നാൽക്കവലകളിൽ ഈ മുസ്ലിങ്ങൾ മാത്രം എന്താണ് ഇങ്ങനെ തമ്മിൽ പോരടിക്കുന്നത് എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി ഒന്നാമതായി നമുക്ക് കൊടുക്കാനുള്ളത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് മഹജ്ജത്തുൽ ബൈള ആണ്. അത് വ്യക്തമായ വഴിയാണ്, ഷാർപ്പാണ്, വ്യക്തമാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ ആരാണോ ആ ഷാർപ്പായ മതത്തിന് കോട്ടം തട്ടിപ്പിക്കുന്നത് അവർക്കെതിരെ പ്രമാണബദ്ധമായി പോരാടുക എന്നുള്ളത് അത് മനസ്സിലാക്കിയ ആളുകളുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് മറ്റുള്ള മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾക്കിടയിൽ ഇത്രത്തോളം ചർച്ചകൾ നടക്കുന്നത്. അല്ലാതെ പോരടിക്കല്ല. ഞാൻ ഉണർത്തിയത് ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങൾ തൊട്ട് ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ വരെ വ്യക്തമായ ഒരു വ്യക്തത തെളിയിക്കാൻ ഈ മതത്തിന് സാധ്യമാണ്. അതുകൊണ്ടാണ് പരസ്പരം ഈ മതത്തിലെ പല വിഭാഗങ്ങൾ തമ്മിൽ തന്നെ എന്നും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ട് മറ്റു മതങ്ങളിൽ ഇല്ല എന്നുള്ളതിന് മറുപടിയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇത്രത്തോളം വ്യക്തമായ ഒരു മതം ഇന്ന് ഈ ദുനിയാവിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെ പരസ്പരം പല വിഷയത്തിലും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അവിടുത്തെ സ്വഹാബികൾ പറയുകയാണ്, വഅലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗഇളതൻ ബലീഗ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളുടെ മുമ്പിൽ ഒരു വാഇളായി, ഒരു പ്രഭാഷകനായി എണീറ്റു നിന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഭാഷണം ഞങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു എന്ന് മാത്രമല്ല, ആ സമയത്ത് വവജിലത് മിൻഹൽ ഖുലൂബ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കോരിത്തരിച്ചു പോയൊരു സംസാരമായിരുന്നു അത്. അതുപോലെ തന്നെ ദറഫത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണുകളൊക്കെ സജലമായി നിറഞ്ഞൊഴുകിയ സമയമായിരുന്നു അത്. ആ സമയത്ത് അത്രത്തോളം ശാന്തഗംഭീരമായ സദസ്സിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ് തറക്തുക്കും അലൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ എന്നാണ്. സ്വഹാബത്തെ, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് പ്രകാശപൂരിതമായ ഒരു വഴിയിലാണ്. ആ വഴിയുടെ പ്രത്യേകത അതിന്റെ രാത്രി തന്നെ, അതിന്റെ നിശ തന്നെ പകലിനേക്കാൾ പ്രശോഭിതമാണ്, ക്ലാരിറ്റി ഉള്ളതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത്രത്തോളം വ്യക്തമായ ഒരു മതം, ആ ദർശനം, ഒരു മതം ഇസ്ലാം അല്ലാതെ ലോകത്ത് കാണുക സാധ്യമല്ല. അതുകൊണ്ടാണ് ഇതര മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഉമ്മത്തിലെ സംഘടനകളും വിഭാഗങ്ങളും തമ്മിൽ ഗ്രൂപ്പുകളാകുന്നതും പിരിയുന്നതും. എന്തുകൊണ്ടാണ്? ഈ നിലപാടുകളിൽ സ്ക്രാച്ചുകൾ വരുമ്പോഴാണ്, ഈ നിലപാടുകളിൽ വ്യത്യസ്തത വരുമ്പോഴാണ് നാളെ ഇനിയും ഒരുപക്ഷെ സത്യത്തിന്റെ കക്ഷികളിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ കടന്നു വരാം. കാരണം ഈ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യരാണ്. ആ മനുഷ്യർക്കിടയിൽ പിശാചുകൾ വന്ന് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് സത്യത്തിന്റെ കക്ഷികളൊന്നും ഇവിടെ അന്ത്യനാൾ വരെ ഒരു വിഭാഗം നിലനിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വിജയിച്ച കക്ഷികളുടെ പേര് പറഞ്ഞത് 4 എണ്ണമാണ്. ഒന്ന് അഹ്ലുസ് സുന്ന വൽ ജമാഅ, ഫിർഖത്തുൻ നാജിയ, ത്വായിഫത്തുൻ മൻസൂറ, അൽ ഗുറബാ. ഇതൊക്കെ വിജയിച്ച കക്ഷികളുടെ പല പേരുകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ചൂഷണം നടത്തുന്ന ആളുകളെ പ്രമാണങ്ങളിൽ നിന്ന് ദൂരേക്ക് വലിച്ചെറിയാൻ സത്യം മനസ്സിലാക്കിയ ആളുകൾക്ക് എന്നെന്നും കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിലും എങ്ങനെയാണ് ഈ വ്യക്തമായ മതത്തിൽ ചൂഷണങ്ങൾ കടന്നു വന്നത്, ബിദ്അത്തുകൾ കടന്നു വന്നത്, ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന ആളുകൾ കടന്നു വന്നത് എന്ന് അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഇതിന്റെ പിന്നിൽ പണിയെടുക്കുന്ന ആളുകൾ
ഒന്നാമതായി ചൂഷണത്തിന് വേണ്ടി മുതിരുന്ന ആളുകൾ ചെയ്യാറുള്ളത് മതമല്ലാത്ത ഒന്നര മതമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ചൂഷകന്മാർ ചെയ്യുന്ന ഒന്നാമത്തെ പണി എന്നുള്ളത്. അതിനുവേണ്ടി അവർ മതത്തിന്റെ അധ്യാപനങ്ങളെ, വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ സൗകര്യപൂർവ്വം ദുർവ്യാഖ്യാനം ചെയ്യുക എന്നുള്ളത്, അട്ടിമറിക്കുക എന്നുള്ളത് ഇത്തരം ചൂഷകന്മാർ ഏത് കാലത്തും ചെയ്യുന്ന ദുർവ്യാഖ്യാനം നടത്തുക എന്നുള്ളത് അത്തരം ആളുകൾ ചെയ്യുന്ന ഒരു പണിയാണ്. അത്തരം ആളുകളെ കുറിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഹിറാ ഗുഹ എന്ന് പറയുന്ന ആ ഗുഹയുടെ ഉള്ളിൽ ലോകത്ത് മാറ്റത്തിന്റെ പടപ്പാട്ട് പാടിയ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു വെച്ചൊരു വചനമാണ് എന്ത്? ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുക, ആ ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കിയിട്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ അത് കച്ചവടവൽക്കരിക്കപ്പെടുക, വാണിജ്യവൽക്കരിക്കപ്പെടുക. എന്നിട്ട് ആ എഴുതിയുണ്ടാക്കിയ പ്രമാണങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കാത്ത ആ കാര്യങ്ങളെ അവർ പറയും ഇത് അല്ലാഹുവിങ്കൽ നിന്ന് അവതരിപ്പിച്ചതാണെന്ന് അവർ പറയും. പക്ഷേ സത്യത്തിൽ അല്ലാഹു പറയുകയാണ്, അവർ എഴുതിയുണ്ടാക്കിയ വകയിൽ, അവർ ഈ സമ്പാദിക്കുന്ന വകയിൽ എത്ര മോശപ്പെട്ട കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇസ്ലാമിൽ ചൂഷണം നടത്തുന്ന ആളുകളോട് 1400 ചില്ലാനും സംവത്സരങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇത്തരം ആളുകൾ അതിനുവേണ്ടി തെരഞ്ഞെടുക്കാറുള്ളത് ഈ ദീനിലെ പാവപ്പെട്ട ആത്മാർത്ഥരായ ആളുകളെയാണ്. അതെ, തന്റെ ജോലിയും കൂലിയുമായി നടക്കുന്ന മതപണ്ഡിതന്മാരെ സ്വന്തം മക്കളെക്കാൾ, സ്വന്തം ഭാര്യമാരെക്കാൾ, സ്വന്തം ഭർത്താക്കന്മാരെക്കാൾ, സ്വന്തം ചോരകളെക്കാൾ സ്നേഹിക്കുന്ന പണ്ഡിതന്മാരെ, പണ്ഡിത വേഷധാരികളെ പാവപ്പെട്ട ഈ ഉമ്മത്തിൽ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹിക്കുന്ന ആളുകളെയാണ് ചൂഷകന്മാർ ഏത് കാലഘട്ടത്തിലും കച്ചവടത്തിന് വേണ്ടി തെരഞ്ഞെടുക്കാറുള്ളത്. മതത്തോടുള്ള അവരുടെ സ്നേഹം, പണ്ഡിതന്മാരോടുള്ള അവരുടെ സ്നേഹം, അവരുടെ കൂറ്, ഇതൊക്കെയാണ് അവർ അതിനു വേണ്ടി ചൂഷണത്തിനായി അവർ തെരഞ്ഞെടുക്കാറുള്ളത്. എന്നാൽ എത്രത്തോളമാണ് ഈ രംഗത്ത് പ്രവാചകന്മാർ ശ്രദ്ധിച്ചിരുന്നത് എന്ന് അതേ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിയാണല്ലോ മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം, തന്റെ ജീവിതത്തിൽ ഒരു ദുർബല നിമിഷത്തിൽ ഒരു കിബിത്തിയെ അടിച്ചതിന്റെ മൂലം ആ കിബിത്തി മരണപ്പെട്ടു പോയി. അതിന്റെ പേരിൽ നാട് വിട്ടുപോയ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹം എങ്ങോട്ടാ നാട് വിട്ടുപോയത്? മദിയൻ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ്. ആ നാട്ടിലേക്ക് അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹം ആ നാട്ടിലെത്തിയപ്പോൾ ആദ്യം കണ്ട കാഴ്ച എന്താണ്? ഒരു ജലതടാകത്തിന്റെ ചുറ്റും ധാരാളം ആളുകൾ നിൽക്കുന്നു. ആ നിൽക്കുന്ന ആളുകൾ ചെയ്യുന്നത് എന്താണ്? ആ ജലതടാകത്തിൽ നിന്ന് അവർ വെള്ളം ശേഖരിക്കുന്നുണ്ട്. അവരുടെ വന്യമൃഗങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടി അവർ വെള്ളം എടുത്തു കൊടുക്കുകയാണ്. പിന്നെ കണ്ട കാഴ്ച, ദൂരെ 2 സ്ത്രീകൾ മാറി നിൽക്കുന്നതാണ്. ആ 2 സ്ത്രീകൾ വെള്ളമെടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണെന്ന് മൂസാ നബിക്ക് മനസ്സിലായി. അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് മൂസാ നബി ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് നിങ്ങൾ മാറി നിൽക്കുന്നത് എന്നാണ്. ആ സമയത്ത് ആ സ്ത്രീകൾ പറഞ്ഞത്, ഇവിടെയുള്ള ഈ പുരുഷന്മാരായ ആളുകൾ വെള്ളമെടുത്ത് പോയിട്ട് വേണം ഞങ്ങൾക്കതിൽ നിന്ന് വെള്ളമെടുക്കാൻ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അവരെ സഹായിച്ചൊരു കഥ പറയുന്നുണ്ട് ഖുർആൻ. എങ്ങനെ പറഞ്ഞത്? ഫസഖാലഹുമാ, അവർക്ക് 2 പേർക്കും മൂസാ നബി വെള്ളമെടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, സുമ്മ തവല്ല ഇലൽ ഫഖാല റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് വേണ്ടി വെള്ളമെടുത്തു കൊടുത്തു. ആ സ്ത്രീകളെ വെള്ളം കൊണ്ടുപോയി. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഒരു തണലിലേക്ക് മാറിയിരുന്നു. അല്ലാഹ് പറയാണ്, ഒരു തണലിലേക്ക് മാറിയിരുന്ന് മൂസാ നബി റബ്ബിനോട് പറയുകയാണ്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, ഈ ദരിദ്രനായ എനിക്ക്, ഈ ഫഖീറായ എനിക്ക് നീ ഇപ്പോൾ എന്ത് തന്നാലും ഞാൻ ആവശ്യക്കാരനാണ്. കാരണം മൂസാ നബിയുടെ നാടല്ല, പരിചയക്കാരല്ല. എവിടെയാണ് അന്തി ഉറങ്ങുക, എവിടുന്ന ഭക്ഷണം, ഇതൊന്നും അറിഞ്ഞൂടാ. ആ പ്രവാചകൻ അവിടെ ഒരു മരത്തണലിൽ മാറി ഇരുന്നിട്ട് പറഞ്ഞെന്താണ്? ഈ ഫഖീറായ എനിക്കിപ്പോൾ എന്ത് തന്നാലും ഞാൻ ആവശ്യക്കാരനാണ്. എന്തുണ്ടായി? ചരിത്രം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഈ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചു എന്നാണ്. ഈ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചത് എങ്ങനെയാണ്?
പ്രാർത്ഥിച്ചുകൊണ്ട് മൂസാ നബി അനധിവിദൂരമായ സമയമാകുന്നതിന്റെ മുന്നേ തന്നെ ആ വെള്ളം എടുത്തു കൊടുത്ത സ്ത്രീകളിൽ ഒരാൾ മൂസാ നബിയുടെ അരികിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. എന്നിട്ട് ആ സ്ത്രീ നാണത്തോടുകൂടി തല താഴ്ത്തിക്കൊണ്ട് ലജ്ജയോടെ മൂസാ നബിയോട് പറഞ്ഞ വാക്കുണ്ട്, ഇന്ന റബ്ബി ഇന്ന അബി യദ്ഊക്, ഇന്ന അബി യദ്ഊക്. എന്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്, എന്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്നും പറഞ്ഞു. ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, ഞങ്ങൾക്ക് വെള്ളമെടുത്ത് സഹായിച്ചില്ലയോ അതിന്റെ പ്രതിഫലം എന്നോടെ നിങ്ങളെ ഞങ്ങളെ ഉപ്പ വിളിക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വീട്ടിലേക്ക് ചെന്നു. മൂസാ നബിയുടെ പ്രാർത്ഥനക്കല്ല ഉത്തരം കൊടുക്കാൻ മൂസാ നബി അലൈഹിസ്സലാം അവിടെ എത്തി എന്ന് മാത്രമല്ല, ആ വീട്ടിൽ അദ്ദേഹത്തിന് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി എന്ന് ഖുർആൻ പറയുന്നു. ആ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിലേക്ക് മൂസാ നബിയെ ക്ഷണിച്ച സമയത്ത് ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് ഹദീസ് പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഇമാം തിർമിദിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുകയാണ്, അദ്ദേഹം ആ ഭക്ഷണം വേണ്ട എന്ന് വെക്കുകയാണ്. ആ ഭക്ഷണം വേണ്ട എന്ന് വെക്കുകയാണ്. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമയോട് ആ സ്ത്രീകളുടെ പിതാവ് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്ക് വിശപ്പില്ലേ എന്ന് ചോദിച്ചു. വിശപ്പില്ലേ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നല്ല വിശപ്പുണ്ട്, ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ ഭക്ഷണം കാര്യമായി കഴിച്ചിട്ടില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്, പക്ഷെ എനിക്ക് ഈ ഭക്ഷണം വേണ്ട. ഈ നാട്ടിലെ മുസ്ലിമീങ്ങളൊക്കെ ശ്രദ്ധിച്ചോളി, ആരാണ് ഈ ഉമ്മത്തിൽ അംഗങ്ങളെ ചൂഷണം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തത തരുന്ന ഒരു ചരിത്രമാണിത്. ഇത് ഹദീസ് ഗ്രന്ഥങ്ങളിലില്ലേ, വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളില്ലേ, ഇത് വ്യക്തമായി ഈ ഉമ്മത്തിന്റെ മുമ്പിൽ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടില്ലേ. എന്തിനാണ് കൂട്ടരെ ആ ഭക്ഷണം മൂസാ നബി അലൈഹിസ്സലാം നിരസിച്ചത്? അദ്ദേഹം പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയോ? വഅന മിൻ അഹ്ലിൽ ബൈത്ത് ലാ നബീഉ ശൈഅ മിൻ ദീനിനാ ബിമിൽഇൽ അർളി ദഹബാ. നിങ്ങൾ ഭൂമി നിറയെ എന്റെ മുമ്പിൽ സ്വർണം കൊണ്ട് തന്നാലും, ഭൂമി നിറയെ സ്വർണം കൊണ്ട് തന്നാലും ഈ ഭക്ഷണം ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ അത് അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്, പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് ലാ നബീഉ ദീനനാ, ഞങ്ങൾ ആരും മതം വിറ്റ് ജീവിക്കാറില്ല. ഞാൻ ചോദിക്കട്ടെ ബുദ്ധിയുള്ള ആളുകളോട്, ഇവിടെ എന്താ മതക്കച്ചവടം നടന്നത്? ഇവിടെ എവിടെയാണ് ഒരു മതചൂഷണം നടന്നത്? അവരുണ്ടാക്കിയ ഭക്ഷണത്തിലേക്ക് മൂസാ നബിയെ ക്ഷണിച്ചപ്പോ ഇത് ദീനിനെ കച്ചവടമാക്കലാണ് എന്ന് മൂസാ നബി പറഞ്ഞത് എന്തിനാണ്? അതാണ് ചോദ്യം, അതാണ് ചോദ്യം. അത് മറ്റൊന്നിനുമല്ല. ആ സ്ത്രീ മൂസാ നബിയെ വന്ന് വിളിച്ചത് എന്ത് പറഞ്ഞിട്ട്? നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളമെടുത്ത് തന്നതിന്റെ പേരിൽ അതിന്റെ പ്രതിഫലമായി ഞങ്ങളെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു ഉപകാരം ചെയ്തതിന്റെ പേരിൽ ഭക്ഷണം, ഒരു ഉപകാരം ചെയ്തതിന്റെ പേരിൽ ഭക്ഷണം, അത് ദീനിനെ വിൽക്കലാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. ലോകത്ത് വിളക്കുമാടങ്ങളായി, പ്രകാശത്തിന്റെ വിളക്കുമാടങ്ങളായി കടന്നു വന്ന പ്രവാചക സംഘയിലെ ശ്രദ്ധേയനായ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഇത് മതവാണിഭമാണ്, ഇത് മതക്കച്ചവടമാണ്, അതുകൊണ്ട് ഈ ഭക്ഷണം ഞാൻ ഒരിക്കലും വാങ്ങുകയില്ല. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ആ വീട്ടിലെ സ്ത്രീകളുടെ പിതാവ് പറയാണ്, ചരിത്രത്തിന്റെ പരിശോധന പ്രകാരം മുഫസ്സിറുകൾ പറയുകയാണ്, ആ ഭക്ഷണത്തിന് വേണ്ടി മൂസാ നബിയെ വിളിച്ച ആ വൃദ്ധനായ മനുഷ്യൻ, ആ പെൺകുട്ടികളുടെ പിതാവ് എന്ന് പറയുന്നത് മദിയൻ എന്ന് പറയുന്ന ശ്രദ്ധേയമായ ചരിത്രത്തിന്റെ ഭൂമികയിലേക്ക് നിയോഗിക്കപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാമയായിരുന്നു എന്നാണ്. ആ ശുഐബ് നബിയാണ് മൂസാ നബിയെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്. മൂസാ നബിയോട് ശുഐബ് നബി പറയുകയാണ്, ഇതൊരിക്കലും നിങ്ങൾക്ക് വെള്ളമെടുത്തു കൊടുത്തതിന്റെ പകരമായിട്ടുള്ള ഭക്ഷണമല്ല. ഇവിടെ ആര് അതിഥികൾ വന്നാലും ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി, അതിന്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി. എന്റെ പ്രിയപ്പെട്ട നാട്ടിലുള്ള മുസ്ലിയാക്കന്മാരെ, ആ മുസ്ലിയാക്കന്മാർ അനുധാവനം ചെയ്യുന്ന സമസ്തക്കാരെ, നിങ്ങളോട് ഞാൻ സ്നേഹത്തോടു കൂടി ഞങ്ങൾ ചോദിക്കുകയാണ്. അതെ, തേനിന്റെ കച്ചവടം പറഞ്ഞ്, ആപ്പിളിന്റെ കച്ചവടം പറഞ്ഞ്, കലിത്തപ്പ കഷ്ടത്തിന്റെ അതേ കഥ പറഞ്ഞ്, അതുപോലെ തന്നെ ചില മുടികൾ കൊണ്ടുവന്നത് മുക്കിയ വെള്ളത്തിന്റെ കഥ പറഞ്ഞ് ഈ ഉമ്മത്തിന് 25,000 രൂപക്ക് വിൽക്കുമ്പോ ചില ചെറിയ ചെറിയ വിലക്ക് കിട്ടാവുന്ന തേനിന്റെ കുപ്പികൾ 20,000 രൂപക്ക് കച്ചവടമാക്കുമ്പോ അത് മതത്തിന്റെ ചൂഷണമല്ലാതെ എന്താണ്? അത് നിങ്ങൾ പള്ളിക്ക് ഉപയോഗിച്ചാലും, അത് നിങ്ങൾ എന്തിനുപയോഗിച്ചാലും, എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ പണം സ്വരൂപിച്ചത്? അതാണ് മതവാണിഭം, അതാണ് ചൂഷണം. അങ്ങനെയുള്ളൊരു രംഗം ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച
പ്രവർത്തകർ ഈ സ്റ്റേജിൽ നടത്തില്ല. ഞങ്ങൾ ഇവിടെ ആളുകൾ സമ്പാദിച്ച പണം ഈ പ്രോഗ്രാമിന് വേണ്ടി പിരിച്ചെടുത്തു എന്നല്ലാതെ ഇവിടെ തക്ബീറുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, തേനുകൾ വിറ്റ്, മുടിയിട്ട വെള്ളങ്ങൾ വിറ്റ് ആരെയും ഞങ്ങൾ ചൂഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഈ മതരംഗത്ത് നടക്കുന്നുണ്ടോ? ഇതാർക്ക് വേദനിച്ചാലും ചില ബൈപ്പാസ് സർജറികൾ ഈ മതരംഗത്ത് നടക്കേണ്ടതുണ്ട്. കാരണം അത്ര വലിയ അന്ധവിശ്വാസത്തിന്റെ, അനാചാരത്തിന്റെ കരാളഹസ്തങ്ങളിലാണ് ഈ പാവപ്പെട്ട നാട്ടിലെ ഉമ്മമാരും സഹോദരങ്ങളും പെട്ടുപോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയ ഒരാളെന്നുള്ള നിലക്ക്, ഒരു കൂട്ടായ്മയിൽ അംഗമെന്നുള്ള നിലക്ക് ഞങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ള ധാരാളം ചരിത്രങ്ങൾ നമ്മൾക്ക് ഇസ്ലാമിൽ കാണാൻ കഴിയും. ചൂഷകന്മാരുടെ വലിയ രംഗമായി ദീൻ മാറിയിരിക്കുകയാണ്. വെറുതെ എന്ന് നിങ്ങൾ യൂട്യൂബ് തുറന്നുകൊണ്ട് സ്ക്രോൾ ചെയ്ത് നോക്കൂ. എത്രയെത്ര ആളുകളാണ് ലൈവ് എന്ന് പറഞ്ഞു വന്നുകൊണ്ട് അതേ ഗൂഗിൾ പേ നമ്പറും കൊടുത്തുകൊണ്ട് മതത്തിന്റെ വിഷയങ്ങൾ വിറ്റ് കച്ചവടമാക്കുന്നത്. ഇതിനെ നമ്മൾ എതിർക്കണ്ടേ? ഇത് എത്രത്തോളം വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതാണ്ടായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ചാവടിയന്തരമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അടിയന്തരമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു, മാലകളായി കടന്നു വന്നു, മൗലിദുകളായി കടന്നു വന്നു, റാത്തീബുകളായി കടന്നു വന്നു, സ്വലാത്ത് മജ്ലിസുകളായി കടന്നു വന്നു, ഖുതുബിയ്യത്തുകളായി കടന്നു വന്നു. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ മരണം വരെ, കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ അരികിൽ വർഷങ്ങളോളം വരെ ചൂഷണം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ഈ സമൂഹത്തെ കൊണ്ടുപോയോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആളുകൾക്ക് ദോഷം ഭയക്കുന്ന, അതുപോലെ തന്നെ നന്മ കൈവരുന്ന എന്തൊക്കെ മേഖലകളുണ്ടോ ആ രംഗങ്ങളെല്ലാം ഇന്ന് ചൂഷകന്മാർ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു വീട് കയറ്റിയാൽ എത്രത്തോളം വലിയ പ്രതീക്ഷയോടെയാണ് ഒരാൾ വീട് കയറ്റുന്നത്, അല്ലേ? വലിയ സമ്പത്ത് മുടക്കിയിട്ടല്ലേ ഒരു വീട് കയറ്റുന്നത്. ആ വീട് കയറ്റിയാൽ വീട് കയറ്റുന്നതിന്റെ മുന്നേ ചൂഷകന്മാർ അവിടെ ഇടം പിടിച്ചുകൊണ്ട് പറയും, അവിടെ അടുക്കള ഉണ്ടാക്കരുത്, ഇവിടെ റൂം കയറ്റരുത്, അവിടെ കക്കൂസ് ഉണ്ടാക്കരുത്, ഇവിടെ അങ്ങോട്ട് തിരിക്കരുത് എന്ന് പറഞ്ഞ് കന്നിമൂലകളുടെ കഥ പറഞ്ഞ് ഇസ്ലാമിൽ ഒരിക്കലും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അതേ ചൂഷകന്മാർ കടന്നു വന്ന് അതേ വലിയ സമ്പത്ത് മുടക്കി വലിയ ഭയത്തോടുകൂടി വീട് കയറ്റുന്ന പാവപ്പെട്ട ആളുകളുടെ ഈമാനെ ചൂഷണം ചെയ്യുന്ന ചൂഷകന്മാർ രംഗത്ത് കടന്നു വരുന്നില്ലേ? ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുന്ന പാവപ്പെട്ട ആളുകൾ ഒരു പ്രാവശ്യം ബിസിനസ് തുടങ്ങി പൊട്ടിപ്പോയി, രണ്ടാമത്തെ പ്രാവശ്യം തുടങ്ങി പൊട്ടിപ്പോയി, മൂന്നാമത്തെ പ്രാവശ്യവും പ്രതീക്ഷയുടെ കവാടങ്ങൾ തുറന്നുകൊണ്ട് അതേ ബിസിനസ് രംഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ രംഗത്തേക്ക് പ്രവേശിച്ച സമയത്ത് ചൂഷകന്മാർ കടന്നു വന്നുകൊണ്ട് പറയുന്നു, ഇന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താലാണ് നിങ്ങളുടെ ബിസിനസ് വിജയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ചൂഷകന്മാരെ കടന്നു വരികയാണ്. ഒരു വീട് തുടങ്ങുമ്പോ കുറ്റിയടിക്കാൻ വേണ്ടി മോലേര് വരണം, അതിന്റെ മുകളിൽ കുറ്റിയടിക്കാൻ ഉസ്താദ് വരണം, അതിന്റെ മുകളിലേക്ക് പാലൊഴിക്കണം, അവിടെ ഒരു ദുആ മജ്ലിസ് വേണം. ആര് കൊണ്ടുവന്നു ഇത്? ഇസ്ലാമിൽ അത്തരം രംഗങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. എല്ലാ രംഗത്തും ഇത്തരത്തിലുള്ള ചൂഷകന്മാർ കടന്നു വന്നിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. സത്യമല്ലേ ഇത്? അതിനുവേണ്ടി മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പണ്ഡിത വേഷധാരികൾ, കിതാബ് വായിക്കാൻ അറിയാൻ ഞങ്ങൾക്കറിയുമെന്ന് വാദിക്കുന്ന പണ്ഡിതന്മാർ വലിയ മൈക്കുകളുടെ മുന്നിൽ വന്നുകൊണ്ട് പാവപ്പെട്ട ആളുകളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ, ഇത് തിരിച്ചറിയാം, ഇത് മനസ്സിലാക്കുക. ഇത് പറയാൻ വേണ്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതേ ആദർശ കൂട്ടായ്മയിൽ അംഗങ്ങൾ ഇവിടെ സ്റ്റേജ് കെട്ടിയിട്ടുള്ളത് എന്ന് സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. പഠിക്കുക, സ്വീകരിക്കുക എന്ന് നമ്മുടെ ബാധ്യതയാണ്. കേരളക്കരയിൽ ഒരു നൂറ്റാണ്ട് കാലമായി ഈ ശക്തമായ പ്രബോധനത്തിന്റെ കൊടുങ്കാറ്റടിക്കാൻ തുടങ്ങിയിട്ട്, അല്ലേ? നോക്കൂ, നിങ്ങൾ ഒന്നിൽ നിന്ന് തുടങ്ങിയതാണ്. ഇന്ന് പള്ളികളായി, സ്ഥാപനങ്ങളായി, അനുയായികളായി, ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു മെമ്പർമാർ പോലും ഇല്ലാത്ത പള്ളികളിൽ പോലെയുള്ള, അതുപോലെ തന്നെ പോലെയുള്ള തങ്ങന്മാരെ പോലെയുള്ള, തങ്ങന്മാരെ പോലെയുള്ള, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതേ നേതാക്കന്മാരിൽപ്പെട്ട കേരളക്കരയിൽ ഇന്നിരിക്കുന്ന ഈ മണ്ണ് പാകപ്പെടുത്തിയ ഒരുപാട് പണ്ഡിതന്മാർ, ബഹുമാന്യനായ ഉമർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ, അതേ തൊട്ടടുത്ത കാലത്തായും വിദൂര കാലത്തുമായി കഴിഞ്ഞുപോയ ആളുകൾ. സയ്യിദ് മൗലവി രണ്ടത്താനിയുടെ ചരിത്രത്തിൽ കാണാം, തൗഹീദ് പ്രസംഗിച്ചതിന്റെ പേരിലാണ് മാലപ്പടക്കം കഴുത്തിൽ ചാർത്തിയിട്ട് അത് പൊട്ടിത്തീരുവോളം യാഥാസ്ഥിക വിഭാഗത്തിന്റെ ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ പീഡിപ്പിച്ചിട്ടുള്ളത്. അഴുക്ക് ചാലിൽ
കാലിലേക്ക് ഉന്തിയിട്ട് തല ചവിട്ടി താഴ്ത്തിയ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെയ്ദ് മൗലവിയുടെ അരികിൽ നിയമപാലകർ വന്നപ്പോ, ആരാണ് മൗലവി നിങ്ങളെ ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോ, അതേ ത്വായിഫിന്റെ മണ്ണിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞ വാക്ക്, ഉഹദിന്റെ മണ്ണിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞ വാക്ക്, അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, അറിവില്ലാത്ത സമൂഹമാണ്, ഇവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അതേ നേതാക്കന്മാരുടെ അനുയായികളാണ് ഇവിടെ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾക്ക് ഈ സത്യത്തിന്റെ വെളിച്ചമേകാൻ ഇതിന്റെ പണ്ഡിതന്മാർക്ക് സാധിച്ചു എന്നുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓരോ വേദികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇന്ന് ഏത് കേരളക്കരയുടെ ഏത് ശാഖകളിൽ കടന്നു ചെന്നാലും, ഗ്രാമാന്തരങ്ങളിൽ കടന്നു ചെന്നാലും ഈ ആദർശ കൂട്ടായ്മയുടെ സ്ഥാപനങ്ങളില്ലാത്ത, ഈ ആദർശ കൂട്ടായ്മയുടെ അംഗങ്ങളിൽ ഇല്ലാത്ത ഒരിടം പോലും ഇല്ല എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ മതരംഗത്ത് ഇന്ന് ഇത്രത്തോളം വലിയ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കടന്നു വന്നത് എന്ന് ചോദിച്ചാൽ, ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അതിനെ വിശദീകരിക്കുകയാണ് എങ്കിൽ നോക്കൂ നിങ്ങൾ, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത് അതേ ഇസ്ഹാഖ് എന്ന് പറയുന്ന മഹാനായ ഇസ്മായിൽ നബി എന്ന് പറയുന്ന പ്രവാചകന്റെ പരമ്പരയിലൂടെയാണ്. ആ പ്രവാചകന്റെ പരമ്പരയിലൂടെ കടന്നു വന്നു എന്നുള്ളതിന്റെ പേരിൽ മാത്രമാണ് കാലങ്ങളായി, സഹസ്രാബ്ദങ്ങളായി സൗദി അറേബ്യയുടെ മണ്ണിലേക്ക് കയറി വന്ന അതേ ഒരു പ്രവാചകൻ കടന്നു വരാനുണ്ട് എന്നവരുടെ തൗറാത്തിൽ പരാമർശിക്കപ്പെട്ടപ്പോ എന്താ പറഞ്ഞത്? തൗറാത്ത് ജൂതന്മാരുടെ ഗ്രന്ഥമാണ്. ആ ജൂതന്മാരുടെ ഗ്രന്ഥത്തിൽ ഒരു പരാമർശമുണ്ട്, അറേബ്യയുടെ മണ്ണിലേക്ക് ഒരു പ്രവാചകൻ കടന്നു വരാനുണ്ട്. ചരിത്രത്തിന്റെ വായിച്ചു നോക്കൂ നിങ്ങൾ. ആ പരാമർശം കണ്ടതിന്റെ പേരിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കടന്നിരുന്ന ജൂതന്മാർ അതേ മദീനയിലേക്ക്, മക്കയിലേക്ക് അതേ അവർ ലാൻഡുകൾ വാങ്ങി കടന്നു വന്ന് വീട് കയറ്റുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു പ്രവാചകൻ കടന്നു വരാനുണ്ട് എന്നുള്ള കാത്തിരിപ്പിന് വേണ്ടിയായിരുന്നു അത്. പ്രവാചകൻ കടന്നു വന്നു. ആ പ്രവാചകൻ കടന്നു വന്നത് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്നാണ് എന്നുള്ളതിന്റെ പേരിൽ, ഒറ്റ പേരിൽ മാത്രം ആ ജൂതന്മാരത് ആ പ്രവാചകനെതിരെ കരിക്കള നീക്കുകയാണ്. കാരണം അവർ പ്രതീക്ഷിച്ചത് ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ നിന്നൊരു പ്രവാചകനെയാണ്. ലോകത്ത് 5000-ഓളം പ്രവാചകന്മാരാണ് ഇസ്ഹാഖ് നബി എന്ന് പറയുന്ന ഇബ്രാഹിം നബിയുടെ മകന്റെ പരമ്പരയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളത്. അതേ ബനു ഇസ്രായേലൊക്കെ അവരിൽ നിന്ന് ഒരു പ്രവാചകൻ വന്നില്ല എന്നുള്ളതിന്റെ പേരിൽ മാത്രം, ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്ന് വന്നു എന്നുള്ളതിന്റെ പേരിൽ മാത്രമാണ് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജൂതന്മാർ എന്ത് ചെയ്തത്? എതിർത്തത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. എത്രത്തോളമാണ് പ്രവാചകനോട് അവർക്ക് വിദ്വേഷമുണ്ടായത് എന്നറിയോ? ഈ ഒറ്റ പേരിൽ മാത്രം മുഹമ്മദ് മുസ്തഫയെ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് എത്രത്തോളം അറിയാമോ, അതിനേക്കാൾ ഒരു പടി മുകളിൽ ജൂതന്മാർക്ക് നമ്മുടെ പ്രവാചകൻ അറിയാമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? അഹ്ലി കിതാബുകാരാണവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടവരാണവർ. അവർക്ക് എങ്ങനെയാണോ യഅരിഫൂന അബ്നാഅഹും, അവരുടെ മക്കളെ അറിയുന്നത് പോലെ മുഹമ്മദ് മുസ്തഫയെ ജൂതന്മാർക്ക് അറിയാമായിരുന്നു. ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാകാം, എന്തിനാണ് ഈ പടന്നയിൽ വേദി കെട്ടിയിട്ട് ജൂതന്മാരുടെ ചരിത്രം പറഞ്ഞ് സമയം കളയുന്നത് എന്ന് ചിന്തിക്കുന്നവരോട് ശ്രദ്ധിച്ച് ബാക്കി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ജൂതന്മാർ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ നിന്നൊരു പ്രവാചകൻ വന്നില്ല എന്നുള്ളതിന്റെ പേരിൽ മാത്രമാണ് നമ്മുടെ പ്രവാചകൻ അവർ എതിർത്തത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എത്ര വചനങ്ങളിലാ പറയണറിയോ? സമയമില്ലാത്തോടെ ഓതുന്നില്ല. എത്ര വചനങ്ങളിലാ പറയണത്? പിന്നീട് ആ പ്രവാചകൻ അവർക്ക് ഈഗോ ക്ലാഷ് സംഭവിക്കാൻ, ആ പ്രവാചകനോട് വിദ്വേഷം വരികയാണ്, ആ പ്രവാചകനെ നശിപ്പിക്കാനുള്ള പണികൾ അവർ എടുക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ലബീദ് ബിൻ അസം എന്ന് പറയുന്ന മദീനയുടെ മണ്ണിൽ അറിയപ്പെട്ട സാഹിറിനെ ജൂതന്മാർ ഏൽപ്പിച്ചത്. എന്തിനു വേണ്ടി? പ്രവാചകന് സിഹർ ചെയ്യാൻ വേണ്ടി എന്ന് ചരിത്രത്തിൽ നമ്മൾക്ക് കാണാം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അബ്ദുല്ലാഹി ഇബ്നു സബഈ എന്ന് പറയുന്ന ജൂതൻ അതേ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കയറി പറ്റിയിട്ട് ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം നശിപ്പിക്കാൻ വേണ്ടി ഒരു അവാന്തര വിഭാഗം, ഷിഅത്തു അലി എന്ന് പറയുന്ന ഒരു വിഭാഗം, ഈ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന ജൂതൻ ഇസ്ലാമിക വേഷം കെട്ടിയിട്ട് കടന്നു വന്നുകൊണ്ട് ഞാൻ ഇസ്ലാമിന്റെ ആളാണെന്ന് പറഞ്ഞവൻ കടന്നു വന്നു. ധാരാളം അനുയായികൾ അവൻ കടത്തിക്കൂട്ടി അവന്റെ മാർഗത്തിലേക്ക് പല ചൂഷണങ്ങളും നുണകളും പറഞ്ഞുകൊണ്ട് അവസാനം അതേ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന ജൂതന്റെ കൂടെ ധാരാളം ആളുകളായപ്പോ ആ കൂട്ടായ്മക്ക് അവൻ കൊടുത്ത പേരാണ് ഷിഅത്തു അലി.
ആ വിഭാഗമാണ് പിന്നീട് ഷിയാക്കളായി മാറിയത് എന്ന് നിഷേധിക്കാൻ ഈ നാട്ടിൽ ആർക്കെങ്കിലും സാധ്യമാണോ? ഷിയാക്കൾ ഇവിടെ നാട്ടിൽ രൂപപ്പെട്ടത് തന്നെ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ വികൃതമാക്കാനാണ്. ആ വികൃതമാക്കുന്നതിന്റെ അജണ്ടകൾ, അരങ്ങുകൾ ഒരുങ്ങിയത് ജൂതന്മാരുടെ ദർബാറുകളിലാണ്. ആ ജൂതന്മാരുടെ ചാപ്പിള്ളകളാണ് ഷിയാക്കൾ. ആ ഷിയാക്കൾ പെറ്റിട്ട ചാപ്പിള്ളകളാണ് ഈ നാട്ടിലെ സൂഫികൾ. ആ ഷിയാക്കളുടെ വിശ്വാസമാണ് ഇന്ന് നാട്ടിലെ ചില ആളുകളെ വിശ്വാസമായി കൊണ്ടു നടക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഹുമൈനി എന്ന് പറയുന്ന ഷിയാക്കളുടെ നേതാവുണ്ട്. കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന്. ആ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഷിയാക്കൾ പഠിപ്പിച്ച തഅരീഫാണ് തൗഹീദായി നാട്ടിലെ സമസ്തക്കാർ കൊണ്ടു നടക്കുന്നത്. ജാറത്തിന്റെ മുന്നിൽ, മക്ബറകളുടെ മുന്നിൽ, പുണ്യപുരുഷന്മാരുടെ മുന്നിൽ, തങ്ങന്മാരുടെ മുന്നിൽ, ബീവിമാരുടെ മുന്നിൽ തന്റെ ആഗ്രഹങ്ങൾ എന്തും പറയാം, അള്ളയോട് ചോദിക്കുന്ന എന്തും ചോദിക്കാം എന്നാണ് ആര് പറയുന്നത്? നാട്ടിലെ പണ്ഡിത വേഷധാരികളായ സഖാഫിമാരും ദാരിമമാരും ഫൈസിമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ തഅരീഫ് കിട്ടിയത് എവിടെയാണ്? പരിശോധിച്ച് ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ജൂതന്മാരുടെ സിട്ടിയായ ഷിയാക്കളുടെ നേതാവായ ഹുമൈനിയുടെ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന ഷിയാക്കൾ അഖീദ പഠിക്കുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. ഈ ഉമ്മത്തിനെ അഖീദ പഠിപ്പിക്കുന്നതാരെ ഈ നാട്ടിലെ ഉസ്താദന്മാർ. നിഷേധിക്കാൻ ഈ നാട്ടിലെ പണ്ഡിത വേഷധാരികളായ ഉസ്താദന്മാർക്ക് സാധ്യമാണോ എന്ന് സ്നേഹത്തോടു കൂടി ഞങ്ങൾ ചോദിച്ചിട്ട് പതിറ്റാണ്ടുകളായി മറുപടി കിട്ടിയിട്ടില്ല. ആ ഷിയാക്കളുടെ വിശ്വാസമാണോ ഈ സമൂഹത്തെ നിങ്ങൾ പഠിപ്പിക്കുന്നത്? നോക്കൂ നിങ്ങൾ, ആ വിശ്വാസം പറഞ്ഞു എവിടെ എത്തി? 30 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മണിക്കൂറുകൾ സഞ്ചരിച്ചാലെത്തുന്ന കണ്ണൂർ ജില്ലയുടെ തൊട്ടപ്പുറത്തുള്ള കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ ഈ പണ്ഡിതന്മാർ എത്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതവർക്ക് പറയാനുള്ള പ്രചോദനം ഈ ഹുമൈനി എന്ന് പറയുന്ന ഷിയ നേതാവാണ്. കാരണം എന്താ? ഏത് പണ്ഡിതനോട് ചോദിക്കുന്നുണ്ടെങ്കിലും എന്ത് വിശ്വാസം മതി? കൊടുത്ത കഴിവാണെന്നുള്ള വിശ്വാസം മതി എന്ന. ആ കൊടുത്ത കഴിവാണ്, ഇലാഹല്ല എന്നുള്ള വിശ്വാസമുണ്ടോ? ആരോടും എന്തും ചോദിക്കാമെന്നാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ പ്രശ്നം? CM മടവൂരിനോട് കുട്ടിയെ ചോദിച്ചൂടെ? CM മടവൂരിൽ മുദബ്ബിർലാലമാണെന്ന് പറഞ്ഞൂടെ? അതിനെതിരെ പറയാൻ സഖാഫിമാർക്ക് അവകാശമല്ല. കാരണം എന്താ? ഓല വിശ്വാസം എന്താ? കൊടുത്ത കഴിവാണെന്ന് വിശ്വസിച്ചാൽ മതി. അള്ളാഹ്ക്ക് അങ്ങനത്തെ കഴിവില്ലേ? CM-ന് ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് കൊടുത്തൂടെ? ഈ വിശ്വാസങ്ങളൊക്കെ എവിടുന്ന് വന്നതാ? സഹോദരങ്ങളെ, ഷിയാക്കളിൽ നിന്ന് വന്നതാണ്. ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യമായി ഇസ്ലാമിക ലോകത്ത്, അതേ ഇസ്ലാമിന്റെ മുഖത്തെ വികൃതമാക്കാൻ വേണ്ടി ആദ്യമായി കൊണ്ടുവന്ന ജാറം എന്ന് പറയുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാര മക്കളിൽ ഒരാളാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. കർബലയിൽ അദ്ദേഹം അതിദാരുണമായി, അതേ നോക്കൂ നിങ്ങൾ, മുഹറം 10 തീയതികളിൽ വെള്ളിയാഴ്ച കൊല്ലപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ പേരിലാണ് ആദ്യമായി ജാറം ഉയർന്നത്. ആരാ ജാറുണ്ടാക്കിയത്? പ്രവാചകനും സഹാബത്തുമാണോ? അല്ല, അത് ഷിയാക്കൾ കൊണ്ടുവന്നതാണ്. ഷിയാക്കളാണ് ആ ജാറം കൊണ്ടുവന്നത്. ഇന്ന് ആരാണ് ജാറ വ്യവസായം ഈ കേരളത്തിൽ കൊണ്ടു നടക്കുന്നത്? നോക്കൂ നിങ്ങൾ, എന്റെ നാട് മലപ്പുറം ജില്ലയിലാണ്. പൊന്നാനി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ആ പ്രദേശത്തുള്ള ബീച്ചിന്റെ വക്കത്തൊരു ബീവിയുണ്ട്, മുനമ്പത്ത് ബീവി എന്നാണ് പേര്. കടലിൽ നിന്നൊഴുകി വന്ന ഒരു ജഡമാണ്. ആ ജഡം പൊട്ടിയിരുന്നു. അതേ 2 മദ്യപാനികളാണത്രേ നാറ്റം സഹിക്കാതെ കഴിയാഞ്ഞിട്ട് ആ ശരീരം കൊണ്ടുപോയി മറമാടിയത്. ഇന്നവിടെ വലിയ ജാറമുണ്ട്. അതിന്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് മക്കളെ വേണോ? ബീവിയോട് ചോദിക്കൂ എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ബീവിയോട് ചോദിക്കൂ എന്നാണ്. എവിടുന്നാണ് ആ ജാറം വന്നത്? കേരളത്തിൽ ഇന്ന് അറിയപ്പെട്ടിടത്തോളം 14,000-ഓളം ജാറുണ്ട് എന്നാ പറഞ്ഞത്. ആരാണ് ഇതൊക്കെ കെട്ടിപ്പടുത്തുയർത്തിയത്? ഇന്ന് പല അറബി കോളേജുകളും ജീവിച്ചു പോകുന്നത് ജാറം കൊണ്ടാണ്, അല്ലേ സഹോദരങ്ങളെ? ഷിയാക്കളുടെ ഉൽപ്പന്നമാണ്. ഞാൻ പറഞ്ഞു വന്നത് അതാണ്. എല്ലാ കാര്യങ്ങളും കുത്താറാത്തീവ് ആര് കൊണ്ടുവന്നതാ? ആര് കൊണ്ടുവന്നതാ? ഇന്ന് നോക്കൂ നിങ്ങൾ, മുഹറം 10 തീയതികളിൽ കർബലയുടെ മണ്ണിൽ ഷിയാക്കൾ ചെയ്യുന്ന വികൃതമായ ആചാരമാണത്. ഇരുതല മൂർച്ചയുള്ള കടാരകൾ, അതേ ഇരുതല മൂർച്ചയുള്ള കടാരകൾ, അതേ ചെങ്ങലകളുടെ തലപ്പത്ത് കെട്ടിയിട്ട് ഷർട്ടൂരിയിട്ട് മുതുകിലടിക്കുക. മുതുകിങ്ങനെ പൊളിഞ്ഞു പോരും. ആ പൊളിഞ്ഞു പോരുന്ന സമയത്ത് അതിൽ നിന്നൊഴുകുന്ന രക്തം, ആ രക്തം വാർന്നുകൊണ്ട് കർബലയുടെ ചുവന്ന മണ്ണിൽ വീണ് മരിക്കുകയാണോ? ഷഹീദിന്റെ പദവിയാണെന്ന് വിശ്വസിക്കുന്ന ഷിയാക്കളാകുന്ന ഇസ്ലാമിലെ പഴച്ച വിഭാഗം ആളുകൾ, അല്ലേ? അവരാണ് ഈ കുത്താറാത്തീവ് കൂടുന്നത്. നമ്മുടെ നാട്ടിലുല്ലേ കുത്താറാത്തീവ്? ആരാ കുത്തുബിയത്ത് കൊണ്ടുവന്നത്?
ആരാ മാലമൗലിദുകൾ കൊണ്ടുവന്നത്? നബിദിനാഘോഷം കൊണ്ടുവന്നത് ഈ ഉള്ളവനും എന്റെ ഒരു കൂട്ടുകാരനും കഴിഞ്ഞ നബിദിനത്തിന്റെ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസല്ലേ അല്ലേ നബിദിനം കഴിഞ്ഞത്? അതിന്റെ സമയത്ത് ഈ പ്രദേശത്തിന്റെ ഈ മെയിൻ റോഡിലൂടെ ബൈക്കിൽ കടന്നു പോകുമ്പോ ബൈക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത ബ്ലോക്കായിരുന്നു ഉണ്ടായിരുന്നത്. ചോദിക്കുകയാണ് നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ, സമസ്തക്കാരോട്, പണ്ഡിത വേഷധാരികളോട്, അതെ, ജനങ്ങൾ കടന്നു പോകുന്ന വഴി ബ്ലോക്കാക്കുന്നത് ഏത് പ്രവാചക സ്നേഹമാണ്? പറയൂ നിങ്ങൾ. എത്രയെത്ര സ്ഥലങ്ങളിലാണ് ആംബുലൻസുകൾ ബ്ലോക്കാക്കിയത്, ധൃതി പിടിച്ചു പോകുന്ന യാത്രക്കാരുടെ വഴിമുടക്കിയത്. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, അതെ, വഴിയിൽ നിന്ന് തടസ്സം നീക്കൽ പ്രവാചകന്റെ സുന്നത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കപ്പെട്ട കൗമാണ്, പ്രവാചക സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് റോഡുകളിൽ ഇറങ്ങി ജനങ്ങളെ ബ്ലോക്കാക്കുന്നത് ഇവിടെ ഈ പ്രദേശത്ത് വരെ ഉണ്ടായില്ലേ? ഞാൻ അനുഭവിച്ചതാ, പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, എല്ലാ കൊല്ലവും തകൃതിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആഘോഷിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട്, അതൊന്നും വേണ്ട എന്ന് പറയാൻ നമ്മൾ ആളുകളല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ദീനിന്റെ പേരിൽ നിങ്ങൾ വകവെക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഭൗതിക ലാഭങ്ങളും താല്പര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മഹജ്ജത്തുൽ ബൈള എന്ന് പറയുന്ന പ്രമാണങ്ങളിൽ എവിടെയും സ്ഥിരപ്പെട്ടു വരാത്ത പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളുണ്ടല്ലോ, ലോകത്തെ ഈമാനിന്റെ നിറകുടങ്ങളായ സ്വഹാബികൾ ആചരിക്കാത്ത, അവരെ കണ്ട് ജീവിതത്തെ കണ്ടുപഠിച്ച് താബിഈങ്ങൾ ആചരിക്കാത്ത, ആ തബഉ താബിഈങ്ങളുടെ ജീവിതം കണ്ട് ആചരിച്ച തബഉ താബിഈങ്ങൾ ആചരിക്കാത്ത ആ ദീനാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. ചരിത്രം പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഷിയാക്കൾ എന്ന് പറയുന്ന ജൂത സൃഷ്ടികൾ, അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന ജൂതൻ കടന്നു വന്നുണ്ടാക്കിയ ഈ ഷിയ വിഭാഗം, ആ ഷിയാക്കളിൽ അറിയപ്പെട്ട ഉഗ്രവിഭാഗമാണ് ഫാത്തിമിയാക്കൾ. അവർ കൊണ്ടുവന്ന വിശ്വാസമല്ല എന്ന് പറയാൻ ഈ നാട്ടിലെ ഉസ്താദന്മാർക്ക് സാധ്യമാണോ? ഞാനൊരു വെല്ലുവിളിയോട് കൂടി ചോദിക്കാം അല്ലേ? അവർ പറയാറുണ്ട് പ്രവാചകന്മാരാണത് തുടങ്ങിയത്, സഹാബത്താണത് തുടങ്ങിയത്. ഒരിക്കലുമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഷിയാക്കൾ കൊണ്ടുവന്നതാണ്. ഇങ്ങനെ എത്ര വിശ്വാസങ്ങളാണ്. ഇതിനൊക്കെ നമ്മൾ എതിർക്കണം എന്താന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, മറ്റൊന്നിനുമല്ല, പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തനതായ രൂപത്തിൽ പഠിക്കാൻ ശ്രമിക്കുക സഹോദരങ്ങളെ, നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വര വരച്ചുകൊണ്ട് മുത്തനബി ഓതിയ ആയത്താണ്. ഇതാണ് സിറാത്തുൽ മുസ്തഖീമായ വഴി. ഈ വഴിയെ നിങ്ങൾ ഫത്തബിഉഹു, അതിനെ പിൻപറ്റുക എന്ന ഏതാണ് ആ വഴി എന്ന് തഹജ്ജുദ് നിസ്കാരങ്ങളിൽ, സുബഹി നമസ്കാരങ്ങൾക്ക് ശേഷം, 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷം, തന്റെ സുജൂദുകളിൽ, തന്റെ യാത്രകളിൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഹക്ക് കണ്ടെത്താനുള്ള തൗഫീഖ് തരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദീൻ അത്രത്തോളം ഗൗരവമാണ്, ബിദ്അത്ത് അത്രത്തോളം ഗൗരവമാണ്. പഠിച്ചു മുന്നേറാൻ ശ്രമിക്കുക. റബ്ബിനോട് ചുരുങ്ങിയത് 17 തവണ എല്ലാ നമസ്കാരങ്ങളിലും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നവരാണല്ലോ മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ. ആത്മാർത്ഥമായിട്ട് പറയുക, നേരായ വഴിയിലൂടെ വഴി നടത്തണേ എന്ന് മനസ്സിൽ തട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് വഴി കാണിച്ചു തരും. അള്ളാഹു ഈ ഉമ്മത്തിന്റെ ഹക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. തെറ്റിദ്ധരിച്ച ആളുകൾക്ക് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ അള്ളാഹു ഒരു കാരണമാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ നാട്ടിലുള്ള പടന്ന നിവാസികളോട് ഒരു വിദ്വേഷവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാരുടെ ദൗത്യമാണ്, അതിന്റെ ചെറിയൊരു ഭാഗമാണ് ഞങ്ങൾ ഇവിടെ എടുക്കുന്നത്. അതേ, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഐലാത്ത് പട്ടണത്തിൽ ആളുകളെ ചരിത്രം, ആ ചരിത്രത്തിൽ 3 വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അള്ളാഹുവിന്റെ വാക്കുകളെ ധിക്കരിച്ച അക്രമികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ അക്രമികളെ തിരുത്താൻ പോയ മുസ്ലിഹീങ്ങൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ മുസ്ലിഹീങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച പിന്തിരിപ്പന്മാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ 3 വിഭാഗത്തെയും പരിചയപ്പെടുത്തിയപ്പോ, അല്ല ശിക്ഷ കൊണ്ടുവന്നിറക്കിയപ്പോ, ആ പിന്തിരിപ്പന്മാരെയും തെറ്റ് ചെയ്തവരെയും അല്ല പിടികൂടി. കൂനു ഖിറദതൻ ഖാസിഈൻ, രക്ഷപ്പെട്ടവർ ആര് മാത്രമാണ്? മുസ്ലിഹീങ്ങൾ മാത്രമാണ്. ആ ഇസ്ലാഹാണ് ഞങ്ങൾ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അന്ന് അത് ജനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ 2 മാസത്തിന്റെ ഇടയ്ക്ക് കേരളത്തിൽ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സജീവരായ പ്രവർത്തകരുടെ കൈകളാൽ ഉയർത്തപ്പെട്ടത് 20-ലധികം പള്ളികളാണ്. ഇപ്പോഴും അതിന്റെ സ്ഥാപനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ജാമിഅ അൽ ഹിന്ദ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ അഭിമാനമായ കോളേജിൽ നിന്ന്
എത്രയെത്ര പണ്ഡിത സഹോദരങ്ങളും സഹോദരിമാരുമാണ് അൽഹംദുലില്ലാഹ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ എതിർക്കാൻ മാത്രം മുഖാമുഖങ്ങളിലും സംവാദങ്ങളിലും അതേ ശിർക്കിന്റെ വൈതാളികന്മാർക്കെതിരെ പ്രതികരിക്കാൻ മാത്രമുള്ള യുവ പണ്ഡിതന്മാരെ ഈ കൂട്ടായ്മ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ നിങ്ങൾ സാമ്പത്തികമായി സഹായിക്കുക, ശാരീരികമായി സഹായിക്കുക, പ്രാർത്ഥനാപരമായി സഹായിക്കുക. ഇതിന്റെ പ്രബോധന പ്രവർത്തനത്തിന്റെ മലവെള്ളപ്പാച്ചിലിൽ ഒരു തുള്ളിയാകാൻ ശ്രമിക്കുക. എന്തിനു വേണ്ടി? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അതേ സന്തോഷത്തിന്റെ വാർത്ത കേട്ട് വിട പറഞ്ഞു പോകാൻ ആടി ഈ പ്രവർത്തനങ്ങൾ വലിയ പുണ്യങ്ങളാണ് അല്ലാഹ് ഇതിലൂടെ ഓഫർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്ക് വേറെ ഒന്നും ആഗ്രഹിക്കാനില്ല, ദുനിയാവിൽ ഒന്നും ആഗ്രഹിക്കാനില്ല. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ഞാനൊരു മുസ്ലിമാണെന്ന് നെഞ്ചു വിരിച്ച് പറയുകയും ചെയ്യുന്നവരെക്കാൾ അതേ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന സുന്ദരമായ കലാമിന്റെ ആ ഒരു പരാമർശത്തെ അന്വർത്ഥമാക്കിയിട്ടാണ് പടന്തയിലുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഓരിമുക്കിലെ പ്രവർത്തകരുടെ, ഈ മണ്ഡലത്തിലെ പ്രവർത്തകരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിൽ തട്ടിയിട്ട് ഞാൻ പറയുന്നു, വല്ലാഹിയാണ്, ആരോടും ഇവിടെ വിദ്വേഷമില്ല. സമസ്തക്കാർക്ക് അവരുടെ വിശ്വാസങ്ങൾ കൊണ്ടുപോകാം, തബ്ലീഗുകാർക്ക് അവരുടെ വിശ്വാസം കൊണ്ടുപോകാം, ജമാഅത്തുകാർക്ക് അവരുടെ വിശ്വാസം കൊണ്ടുപോകാം, KNMക്കാർക്ക് അവരുടെ വിശ്വാസം കൊണ്ടുപോകാം. അതിനൊന്നും ഇവിടെ ഈ രാജ്യത്ത് തടസ്സമില്ല. പക്ഷേ സത്യം മനസ്സിലാക്കിയ ആളുകൾ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയില്ലാതെ പ്രബോധനം എന്നുള്ള നിലക്ക് ആദർശപരമായി അതിനെ എതിർത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതൊരു സത്യമാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഈ പ്രദേശത്ത് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പീസ് റേഡിയോ 24 മണിക്കൂർ നിങ്ങൾക്ക് ദീന് കേൾക്കാനുള്ള സംവിധാനമാണ്. ജമീൽ എന്ന് പറയുന്ന ആപ്പും നിങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങളാണ്. വിസ്ഡം ഗ്ലോബൽ TV എന്ന് പറയുന്ന അതേ എന്റെ പ്രിയപ്പെട്ടവരെ യൂട്യൂബിലുള്ള ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതിൽ സത്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ അതേ ഈ പടന്ന കോട്ടയന്താ റോഡിലുള്ള ഈ ഫർണിച്ചർ കടയുടെ മുകളിലുള്ള ആ മദ്രസ ഹാളിൽ എല്ലാ ആഴ്ചകളിലും വ്യാഴാഴ്ചകളിൽ അസർ നമസ്കാര ശേഷം 4:45 മുതൽ ഏതാണ്ട് 5:45 വരെ സ്ത്രീകൾക്ക് മാത്രമായുള്ള വിശുദ്ധ ഖുർആനിന്റെ പഠന സംരംഭമുണ്ട്. സഹോദരിമാരെ, നിങ്ങൾക്ക് അവിടെ വന്നണയാം, നിങ്ങൾക്ക് ദീന് പഠിക്കാം, ഖുർആനിന്റെ മാധുര്യം നുണയാം, അതിന്റെ ശാദ്വല തീരത്ത് നിന്ന് അതിന്റെ കുളിർക്കാറ്റ് അനുഭവിക്കാം. അത് വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും തൊട്ടടുത്തുള്ള ഏതാനും കിലോമീറ്റർ അപ്പുറത്തുള്ള ഓരിമുക്ക് പള്ളിയിൽ എല്ലാ ആഴ്ചകളിലും മഗ്‌രിബ് നിസ്കാര ശേഷം വെള്ളിയാഴ്ച ഖുർആൻ ക്ലാസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നടക്കുന്നു. നിങ്ങൾക്ക് അവിടെ കടന്നു വരാം. 50ഓളം ആളുകൾ സ്ഥിരമായി അവരെ പങ്കെടുക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചകളിലും മഗ്‌രിബ് നമസ്കാര ശേഷം അല്ലാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കുന്ന സദസ്സുകളുണ്ട്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന CRE സംവിധാനങ്ങളുണ്ട്. ഈ കൂട്ടായ്മക്ക് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ എല്ലാ ആളുകൾക്കും തിരക്ക് കൊടുക്കാൻ മാത്രമുള്ള പ്രബോധനങ്ങളാൽ ഇന്ന് ജനങ്ങൾക്കിടയിൽ സജീവമാണ് ഈ കൂട്ടായ്മ. ഇതിനു വേണ്ടി നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ സഹായം ഉണ്ടാകട്ടെ എന്ന് മാത്രം ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ തെങ്ങുകളിൽ തൂക്കിയിട്ട് പോസ്റ്റർ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഈ വരുന്ന ഏതാനും 14 ദിവസങ്ങൾക്കപ്പുറത്ത് മംഗലാപുരത്തിന്റെ തൊട്ടപ്പുറത്ത് നടക്കുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സമ്മേളനം ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അതേ സഹോദരങ്ങളെ, ലഹരി കടിമപ്പെടുന്ന ലോകമാണ്, ലിബറൽ വാദങ്ങൾ അധികരിച്ചു വരുന്ന ലോകമാണ്, ദൈവനിഷേധികൾ അധികരിച്ചു വരുന്ന ലോകമാണ്, അഫയർ കേസുകളിൽ പെട്ടുപോകുന്ന ലോകമാണ്. ആ വിദ്യാർത്ഥിനികൾക്ക് യഥാർത്ഥ ദിശ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംരംഭമാണ് പ്രോഫ്കോൺ. ഈ പടന്നയിൽ നിന്ന്, ഈ മണ്ഡലത്തിൽ നിന്ന് വാഹനങ്ങൾ പുറപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് പറഞ്ഞയക്കാം, നിങ്ങളെ പെൺകുട്ടികളെ, നിങ്ങളുടെ ആൺകുട്ടികളെ നിങ്ങൾക്ക് പറഞ്ഞയക്കാം. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് അവരിൽ എന്ത് തിന്മയാണോ നിങ്ങൾ കാണുന്നത്, ബിഇദ്നില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടി മാറിയിട്ടുണ്ട് ആയിരക്കണക്കിന് കുട്ടികൾ. ഇതാ ഇവിടെ ഇരിക്കുന്ന ബഹുമാനനായ മുജാഹിദ് ബാലിശ്ശേരി തന്നെ അത്തരത്തിലുള്ള പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണ്. എത്രയോ മദ്യം കുടിക്കുന്ന കുട്ടികളാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുള്ളത്, ലഹരിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുള്ളത്. ഇന്നത്തെ പുതിയ തലമുറ രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണ്? മക്കളുടെ വിഷയത്തിൽ ഈ കോലത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുകും അലാ തിജാറ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി
വതുജാഹിദൂന ഫീ സബീലില്ലാഹ് ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ലോകത്തിന്റെ തമ്പുരാൻ നിങ്ങൾക്കൊരു കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. ആ കച്ചവടം ചെയ്യാൻ നീ ആറ്റിറ്റ്യൂഡാണ് അവരുടെ പ്രശ്നം, മാനസികാവസ്ഥയാണ് പ്രശ്നം. നീ തയ്യാറാണോ? നിനക്ക് റബ്ബ് തരാൻ പോകുന്ന ലാഭം എന്ന് പറയുന്നത് നാളെ വരാനിരിക്കുന്ന അഗ്നിജ്വാലകളുടെ നരകമാകുന്ന ആ തീജ്വാലകളിൽ നിന്നുള്ള മോചനമാണ്. തുഞ്ചീക്കും മിൻ അദാബിൻ അലീം. ഒരൊറ്റ കണ്ടീഷനെ റബ്ബ് പറഞ്ഞുള്ളൂ, തുഅ്മിനൂന ബില്ലാഹി വറസൂലി. പ്രപഞ്ചത്തിന്റെ സിട്ടാവായ ഹിരണ്യഗർഭനായ ആ റബ്ബിൽ അചഞ്ചലമായി വിശ്വസിച്ച്, അവന്റെ അവസാനത്തെ ദൂതരിലും വിശ്വസിച്ച്, അവന്റെ നിന്റെ സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് നീ ജിഹാദ് ചെയ്യാൻ തയ്യാറാണോ? അള്ളാഹു നിനക്ക് നരകത്തിൽ നിന്ന് മോചനം തരുമെന്ന് പറയുമ്പോ ഇതിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം എന്ന് മാത്രം ഉണർത്തി മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി ബഹുമാനനായ മുജാഹിദ് ബാലുശ്ശേരിക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു കൊടുക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭത്തെ, ഈ പ്രവർത്തനത്തെ, ഈ സദുദ്യമത്തെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമ്മുടെ നന്മയുടെ ലിസ്റ്റിൽ ഇതിന്റെ ഭാഗമായി ചെയ്ത എല്ലാ നന്മകളും നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ.